അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൂവി ഷൂട്ടിങ്ങിൻ്റെ വ്ളോഗാണ്. സോങ് ഷൂട്ടിൻ്റെ വ്ളോഗ് ഞാൻ വേറെ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മൂവി ഷൂട്ടിൻ്റെ വ്ളോഗാണ് ഇത്. എന്തായാലും അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാനിത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലൈമാക്സിൽ ചെറിയൊരു പോർഷനിൽ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 2 or 3 ഡേ കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഓഡിയേഷൻ ചെയ്യിപ്പിക്കുമല്ലോ, അപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ക്യാമറയുടെ ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ, നമ്മൾ റീൽസ് എടുക്കുന്ന പോലെ അല്ല അത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമാക്സിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു പേടിയും ടെൻഷനും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അങ്ങോട്ട് ഷൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ആയപ്പോൾ എനിക്ക് പ്രശ്നമില്ലാതായി. പക്ഷെ ഫസ്റ്റ് നമ്മൾ പറയില്ലേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അത് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമാക്സ് നമ്മൾ ഷൂട്ട് ചെയ്തത് തൃശ്ശൂർ പുഴയ്ക്കലിൻ്റെ ഭാഗമല്ലേ, അവിടെ ആയിട്ടായിരുന്നു ക്ലൈമാക്സ് ഷൂട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഡേയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എത്ര മണിക്കാണ് റെഡിയായി, ഒരു 4 മണിക്ക് ആകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡേയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് എനിക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാത്ത ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്തതിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ചേച്ചി വേറെ വണ്ടിയിലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മളപ്പോൾ പുഴയ്ക്കലിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എനിക്ക് ഇതിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് എന്തായിരിക്കും എന്നുള്ളൊരിത്, ക്ലൈമാക്സ് എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഷൂട്ടിംഗ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അവർ റൂമൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൈറ്റായിരുന്നു. നൈറ്റ് മീൻസ് ഓവർ നൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 10 മണിക്ക് ആകുമ്പോഴേക്കും വന്നോളാൻ പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു ആദ്യം. അപ്പോൾ പിന്നെ അവർ അവിടുത്തെ ഷൂട്ടിംഗ് ഡിലേ ആയപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇത് ഓവർ നൈറ്റാണ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റൂമിലെത്തി ഇതാ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാമെന്നൊക്കെ ഫസ്റ്റ് വിചാരിച്ചു, പിന്നെ അവർ വന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും ഉറങ്ങിയില്ല. അപ്പോൾ ഇത്ര ഡിലേ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ വേറെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഷോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരുപാട് ടേക്ക് പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിങ്ങിലൊന്നും ഷൂട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇത്രയും ഡിലേ ആയത്. ഞാൻ വിചാരിച്ചു ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും വന്ന് വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു, അതായത് കാർ അയക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വിളിച്ച ടൈം 1 മണിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ റൂമിലെത്തിയത് ഒരു 6 മണി ടൈമിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഷൂട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 10 മണി 11 മണിക്കായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ടൈം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും ഡിലേ ആയപ്പോൾ ഷൂട്ട് 1 മണിക്കായി. 1 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അന്നുണ്ടായിരുന്ന ഷൂട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന മെയിൻ പോർഷൻസ് തന്നെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഒരു 2 or 3 ഡേ കഴിഞ്ഞിട്ടായിരുന്നു നെക്സ്റ്റ് ഷൂട്ട്. ആ ഷൂട്ടിൽ ഞാൻ ചെയ്യേണ്ട മെയിൻ പോർഷൻസ് തന്നെയാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ദിലീഷ് അങ്കിളിൻ്റെയും പ്രശാന്ത് ഏട്ടൻ്റെയും അവരുടെയൊക്കെ വേറെ അതിനിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അയ്യന്തോളായിരുന്നു ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അയ്യന്തോളൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ലൊക്കേഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ചെയ്ത പോർഷൻസൊക്കെ ഒരുവിധം അവിടെ തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ റൂമിലെത്തിയിട്ട് നമ്മൾ അതായത് 10 മണിക്ക് വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരമൊക്കെ ഉറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എണീക്കാൻ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എണീറ്റു, മമ്മി എണീപ്പിച്ചു, കാറിപ്പോൾ വരുമെന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എണീച്ച് ഫ്രഷായി. പിന്നെ ഡ്രസ് ചേഞ്ചിങ് അവിടെ പോയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി. ഇതാ പ്രശാന്തേട്ടൻ്റെ കഴിഞ്ഞിട്ട് പ്രശാന്തേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മൂവി കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും എൻ്റെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അത്ര ഫ്രഷ് ലുക്കായിട്ടുള്ളൊരു മേക്കപ്പ് അല്ല. അതായത് കുറച്ച് ഡള്ളായിട്ട് ഇമോഷണലായിട്ടാണല്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് അങ്ങനത്തെ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനിടയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർക്കും അങ്ങനെ തന്നെയായിരുന്നു, കുറച്ചൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ലൊക്കേഷനായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷമായി.
ഞാൻ പറയാറില്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. കുറേ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല, ഒരൊറ്റ പ്രാവശ്യം സ്ക്രീനിലൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സാധിച്ചു കിട്ടി. അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മനസ്സിലായി ഇങ്ങനെയായിരിക്കും ഒരു ഷൂട്ട് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ആ ലൊക്കേഷനിലെത്തി. പിന്നെ ഒന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അവിടെ ചായയും ജ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കയറി. അപ്പോഴും ഞാൻ വിചാരിച്ച ടൈമിൽ എൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ അല്ല. എന്നിട്ട് അവസാനം കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഡിലേ ആയി. അപ്പോൾ അവിടുത്തെ ഷോട്ടുകൾ കഴിയുന്നതല്ല ആക്ച്വലി, തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ വിളിച്ച ടൈമിൽ വേറെ ലൊക്കേഷനിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ലൊക്കേഷനിൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടേക്ക് വന്നു. കാരണം നമ്മൾ ഉറങ്ങിയിട്ട് നല്ല ഡള്ളായിരുന്നു ഫേസ്. അപ്പോൾ അങ്ങനെ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങി തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉറങ്ങുന്ന ടൈമിൽ, അതായത് ഇവരെ ഉറങ്ങിയോന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പറ്റില്ല കേട്ടോ ഇത്രയും നേരം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഉറക്കമില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസമേ പോയി. അങ്ങനെയാണ്, പിന്നെ എനിക്ക് ഒരു മൂഡും ഉണ്ടാവില്ല. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എത്ര പേര് ഉറക്കമില്ലാതെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഓവർനൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കത് തീരെ പറ്റില്ല. എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യവും ശരിയാവില്ല. അപ്പം ഞാൻ കുറച്ച് കിടന്നുറങ്ങി. ഇവരെന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനൊന്നും നോക്കിയില്ല, ഞാൻ കിടന്നുറങ്ങിയിട്ടോ. അവിടെ ടേബിളിൽ തലയും വെച്ച് കിടന്നുറങ്ങിയ വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ടൈമിൽ ദിലീഷ് അങ്കിളിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ദിലീഷ് അങ്കിളും പ്രശാന്ത് ഏട്ടൻ്റെ തോന്നുന്നു, ഓർമ്മയില്ല, അവരുടെ തമ്മിൽ കോമ്പിനേഷൻ സീൻസ് എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിലാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരും ആ വീടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് ഇരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമറയും കൂട്ടി മുട്ടി. അപ്പോൾ ജംഷനത്ത് എന്തോ വീഡിയോ എന്തോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ വീടിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു അവരുടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെയായിരുന്നു. ഞാനിങ്ങനെ കുറേ ഇവിടെ പുറത്തൊക്കെ കുറച്ച് നേരം നടന്നു, പിന്നെ ആ വരാന്തയിലൊക്കെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെയൊക്കെയാണ് ഷൂട്ട്. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അത് എപ്പോഴാണ് തുടങ്ങുക എപ്പോഴാണ് എൻഡ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല. കാരണം വിചാരിച്ച ടൈമിലൊന്നും ആ ഷോട്ട് കഴിയില്ല. അത് സീനിയർ ആർട്ടിസ്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അവരുടെയും വിചാരിച്ച ടൈമിൽ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അവരെന്നൊക്കെ പറയുമ്പോൾ ഷടപടയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യുന്നുണ്ട്. ഒറ്റ ഷോട്ടിൽ തന്നെ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റാക്കും കേട്ടോ അവർ. നമ്മളെന്ന് പറഞ്ഞാൽ 2-3 ഷോട്ട് വീണ്ടും പോകണം, എന്നാലാണ് ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഉൾഭാഗം. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കാണിക്കാൻ പാടുമെന്ന്. എനിക്ക് ഓൾറെഡി ഞാൻ ഡയറക്ടറിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഞാൻ വ്ളോഗ് ചെയ്യുന്നതാണ്, ഡാൻസറാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ എനിക്ക് സപ്പോർട്ടായിരുന്നു. എന്നോട് പറഞ്ഞു എടുത്തു വെച്ചോ, പ്രശ്നമില്ല, പക്ഷേ മൂവി ഇറങ്ങുന്ന ടൈമിൽ പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇത് ചായ തരുന്ന ചേട്ടനാണ് കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും മോളെ ചായ വേണോ ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പ്രശാന്തേട്ടനും അവിടെ ഫോൺ നോക്കി ചായ കുടിച്ച് ഇരിക്കുന്നുണ്ട്. കിരണേട്ടനും ചോദിക്കുന്നുണ്ട് വ്ളോഗാവൂലേ എന്ന്. കാരണം ഞാൻ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞിട്ട് റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് ചോദിച്ചു നീ ഇപ്പോൾ ഇതെല്ലാം കൊണ്ട് പോസ്റ്റ് ഇടുകയോടി ചോദിച്ചിട്ടോ. കാരണം എടുക്കുന്ന പറഞ്ഞിട്ട് ഞാനെല്ലാം എടുക്കുന്നുണ്ട്, ഒന്നും മിസ്സാക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ എടുക്കില്ല ഇപ്പോൾ, മീൻസ് ഇപ്പോൾ വീഡിയോ എടുക്കും പക്ഷേ ഇപ്പോൾ പോസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ. പിന്നെ അവർക്ക് അറിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, കാരണം എനിക്ക് ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് എനിക്കതൊക്കെ വ്ളോഗിൽ നിങ്ങളെല്ലാവരെയും കാണിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് എടുത്തോളാൻ തന്നെയാണ് പറഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കവിടെ ഭയങ്കര സ്പേസ് ഉണ്ടായിരുന്നു. അതായത് വീഡിയോ എടുക്കാനായാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ പോസ്റ്റ് ചെയ്യരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ആരോടും പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി മൂവിയുടെ കാര്യം. കാരണം മൂവിയുടെ കാര്യം ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഞാൻ കുറേ മൂവീസ് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിലീസാവില്ല. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരാളോടും പറഞ്ഞില്ല. എൻ്റെ ഫാമിലീസിന് പോലും ഒരാൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിങ്ങിൻ്റെ മുന്നേ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കും മമ്മിക്കും മാത്രമായിരുന്നു അറിയുന്നുണ്ടായിരുന്നത്.
അപ്പോൾ ഞാൻ ഒരു ഇതൊക്കെ കവറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറേ സ്റ്റിൽസിൻ്റെ ചേട്ടന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. മോർണിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു ദിവസത്തെ ഷൂട്ടായിരിക്കും തോന്നുന്നു ഇത്. ഈ ക്ലിപ്സ് എല്ലാം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്താണ് കറക്റ്റ് ഓർഡറിലായിരിക്കില്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം എത്ര നാളായി കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാ ക്യാമറ എല്ലാം ഞാൻ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കുറച്ച് ചേട്ടന്മാരും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് മോർണിംഗാണ് തോന്നുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള മോർണിംഗ് ആണോ എനിക്ക് ഓർമ്മയില്ല, കാരണം കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള ക്ലിപ്സ് വെച്ചിട്ട് അങ്ങനെ വ്ളോഗ് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഏത് ദിവസത്തെയാണ് ഏത് സമയമാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടോ എങ്ങനെയായിരുന്നു എല്ലാം എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ശ്രീകുമാരേട്ടനും പിന്നെ അതേപോലെ തന്നെ എൽദോച്ചനും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, മാക്സിമം എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതും. പിന്നെ ആ ചേട്ടന്മാർ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എനിക്ക് സെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്, ഇതിലൊരു ഇതൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ഡേയ്സിൽ ഷൂട്ടായിരുന്നില്ല, കുറച്ച് ഡേയ്സിൽ ഷൂട്ട് മാത്രമായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ആ റൂമിലായിരുന്നു മെയിനായിട്ടും ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. എനിക്ക് മെയിനായിട്ടും ആ റൂമിൽ തന്നെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും നല്ല ഡള്ളായിട്ടിരിക്കുകയാണ്, കാരണം എനിക്ക് ഒരുവിധം എല്ലാം കരഞ്ഞിട്ടുള്ള ഷോട്ടുകളാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞു. പിന്നെ അവസാനം കരച്ചിൽ വരുന്നില്ല, കാരണം എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടേയിരിക്കുക. അതായത് ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ആയിരിക്കും, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരിക്കും. കണ്ടിന്യൂസ് ഷോട്ടാകുമ്പോൾ കരഞ്ഞിട്ടേ കണ്ണൊക്കെ ആകെ വീർത്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞാൻ ഇരുന്ന് കരഞ്ഞു, മാക്സിമം ഞാൻ കരയാൻ ശ്രമിച്ചു. എന്നിട്ട് അവസാനം കണ്ണീര് വരാത്ത അവസ്ഥയായി. അപ്പോൾ എന്നിട്ട് കുറേ ഗ്ലിസറിനൊക്കെ കണ്ണിൽ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കരയുമ്പോഴായാലും ഒരു ഷോട്ടല്ല പോവുക, കുറേ ഷോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും കരയണം. ആദ്യം കരഞ്ഞത് എങ്ങനെയാണോ അതേപോലെ തന്നെ വീണ്ടും കരയണം. അപ്പോൾ അങ്ങനെ ഇതാ ദിലീഷ് അങ്കിൾ വന്നു. അപ്പോൾ ദിലീഷ് അങ്കിളിൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ദിലീഷ് അങ്കിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ആദ്യം പേടിയായിരുന്നു കേട്ടോ, കാരണം പേടിയെന്ന് മീൻസ് അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ദിലീഷ് അങ്കിളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ടോ, ഒന്ന് വരുമോ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതായത് എനിക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, എനിക്ക് ഒരു ഫോട്ടോ 2 ഫോട്ടോ എടുത്താലും ശരിയാണ്, 2-3 ഫോട്ടോ എടുത്താലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ദിലീഷ് അങ്കിൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് എൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ദിലീഷ് അങ്കിൾ സംസാരിക്കും, പിന്നെ ഇങ്ങനെ പാസ് ചെയ്യില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ കുറേ നോക്കി ചിരിക്കും. കുറേ സംസാരിച്ചു, ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നു. അങ്ങനെ ഒരു ആക്ടറാണ്, കാരണം ദിലീഷ് അങ്കിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഡയറക്ടറാണ്, ആക്ടറാണ്, എല്ലാമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ജാടിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് കൂളായിട്ടായിരുന്നു എന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ദിലീഷ് അങ്കിളിനായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രശാന്തേട്ടനായിട്ടായിരുന്നു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഈ ഷൂട്ടിംഗ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ അലൗഡഡ് അല്ല. സ്റ്റിൽസൊക്കെ എടുക്കും, പക്ഷേ വീഡിയോ അലൗഡഡ് അല്ല. അലൗഡഡ് ആണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു റൂമിലായതുകൊണ്ട് ആ റൂമിൽ കുറേ പേരുണ്ടാവും, ആക്ഷൻ കട്ട് പറയുന്നതും ഒരുപാട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഇതെല്ലാവരും അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റൂം ഫുള്ള് കൺജസ്റ്റഡ് ആയിട്ട് എല്ലാവരെയും അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല. ഇനിയുള്ളത് നൈറ്റ് ഷൂട്ടാണ്, അതായത് വീടിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനത് വേറെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം, പാർട്ട് 2 ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.